എല്ലാവർക്കും നമസ്കാരം. ക്യൂബയിൽ നിന്ന് സമ്മാനമായി കിട്ടിയ ചെഗുവരയുടെ പടമുള്ള ഒരു വാച്ചാണ് ശ്രീ എം.എ. ബേബിയുടെ കൈത്തണ്ടയിലുള്ളത്. അതിൽ ഇപ്പോഴും ശരിയായ സമയം കാണിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ സമയം ശരിയാണോ എന്നാണ് നമ്മളിന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന ഈ സംവാദത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് ഈ എം.എ. ബേബി എന്ന് പറയുന്നതിലെ എം ഉണ്ടല്ലോ, അത് ബേബിയുടെ അച്ഛൻ്റെ അച്ഛൻ, വല്യച്ഛൻ്റെ പേരായ മരിയാൻ എന്നുള്ളതാണ് എം. ഈ മരിയാൻ ഒരു വലിയ കോൺട്രാക്ടറായിരുന്നു. പേച്ചിപ്പാറ ഡാമൊക്കെ പണിത കോൺട്രാക്ടർ, 100 കണക്കിന് ഏക്കർ സ്ഥലമുള്ള ഒരു കോൺട്രാക്ടറായിരുന്നു. ആ കോൺട്രാക്ടറുടെ കൊച്ചുമകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല വരേണ്ടിയിരുന്നത്. എങ്ങനെയാണ് ഇവിടെ ഈ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയത് എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഞാൻ പഠിച്ച് പിച്ചവെച്ച് സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയ കാലത്ത് ചുറ്റുപാടും മനുഷ്യജീവിതത്തിൽ മുഖ്യമായി 2 തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ ഇടവന്നു. നല്ല സമൃദ്ധിയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികമായ ഉയർച്ചയിലും ഒക്കെ കഴിയുന്ന കുറച്ച് പേര് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലുമുണ്ട്, നാട്ടുപുറങ്ങളിലുള്ള പ്രമാണിമാർ. എന്നാൽ ചുറ്റുപാടും വളരെ പ്രയാസമനുഭവിക്കുന്ന ധാരാളം പേരെയും കാണാൻ കഴിയും. അതോടൊപ്പം എൻ്റെ അപ്പച്ചൻ, അങ്ങനെയാണ് ഞാൻ വിളിച്ചിരുന്നത്, അധ്യാപകനായിരുന്നു, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. പിതാവ് അലക്സാണ്ടർ. അതെ അതെ. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊരു അകന്ന അടുപ്പം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം ചില പാർട്ടിയിൽ ഇല്ലാത്ത ചില ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പ് യോഗത്തിൻ്റെ അധ്യക്ഷനൊക്കെ ആയിട്ട് ഇരുന്നത് പോലെ പുനലൂരായിരുന്നു കുറച്ചു കാലം അപ്പച്ചൻ അവിടുത്തെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഇരുന്നു. അപ്പം അന്നത്തെ കൃഷ്ണപിള്ള സാറുണ്ട്, പാർട്ടി ഭിന്നിച്ചപ്പം CPIയിൽ പോയ ആളാണ്. അപ്പോൾ കൃഷ്ണപിള്ള സാറും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ പുനലൂർ ബാലൻ കവി എന്നെ ഒരിക്കൽ കണ്ടപ്പോൾ താൻ അലക്സാണ്ടർ സാറിൻ്റെ മകനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പരിചയപ്പെട്ടു. അപ്പം അങ്ങനൊരു ബന്ധം അപ്പച്ചന് ഇടതുപക്ഷവുമായിട്ടുണ്ട്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ കൊല്ലം എസ്.എൻ. കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആളായിരുന്നു. അപ്പം ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ, പിന്നെ കുടുംബത്തിലുള്ള ഇത്തരത്തിലുള്ള പരോക്ഷമായ സ്വാധീനം. പക്ഷെ ആരും എന്നോട് SF-ൽ ചേരണമെന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വല്യപ്പൻ്റെ, അതായത് അച്ഛൻ്റെ സ്വത്ത് അത്രയും ഈ ഇൻഹെറിറ്റ് ചെയ്തില്ലേ അലക്സാണ്ടർ എന്ന് പറയുന്ന ബേബിയുടെ പിതാവ്? അതിലെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഈ സ്വകാര്യ സ്വത്തിനെതിരായ ഒരു നിലപാട് അപ്പച്ചൻ തന്നെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ ഓർക്കുമ്പം അപ്പച്ചനെക്കുറിച്ച് എൻ്റെ ചെറുപ്രായത്തിൽ, എനിക്ക് 10-11 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. പക്ഷെ അപ്പച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്, വീട്ടിൽ നിന്ന് ഭാഗം വാങ്ങിയില്ല, അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിച്ചില്ല. ഇത് രണ്ടും എനിക്ക് അഭിമാനകരമായ അപ്പച്ചൻ്റെ 2 അച്ഛൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി പോലും ഒന്നും വാങ്ങിയില്ല. ഒന്നും വേണ്ടെന്നുള്ളൂ. ഓരോ മാസവും കിട്ടുന്ന ശമ്പളം ആ മാസം ചിലവാക്കുക, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ ഈ ലോകത്ത് എനിക്ക് സ്വന്തം പേരിൽ ഒരു വീട്, സ്ഥലം ഒന്നും വേണ്ട എന്ന് ബേബി തീരുമാനിച്ചത്? എനിക്ക് എത്രയോ വീടുകളുണ്ട്. അത് കവി പറയുന്നത് ഞാൻ സച്ചിമാഷയുടെ കവിതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തകനായി പാർട്ടി ഓഫീസുകളിലാണ് ഞാൻ കൂടുതലും താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാർട്ടി ഓഫീസുകളിലുള്ള താമസത്തെ തുടർന്ന് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ഊറ്റിയെടുത്ത ഒരാശയമാണിത്. നമുക്ക് ജീവിക്കാൻ നമ്മുടെ ഈ ഭൂമിയാണ്, ഭൂമിയിൽ സർവേക്കല്ലിട്ട് കുറച്ച് സ്ഥലം മാത്രമായി നമ്മുടേതാക്കേണ്ട കാര്യമില്ല. ഈ ഭൂമി മുഴുവൻ നമ്മുടേതാണ് എന്നുള്ള ബോധത്തിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ എന്തായാലും ഈ ബേബിയുടെ ഈ ജീവിതത്തിൽ സ്വന്തം പേരിൽ ഒരു തുണ്ട് സ്ഥലമോ ഒരു വീടോ ഉണ്ടാവില്ല, അത് തീരുമാനമാണ്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വക ഒരു 2 സെൻറ്റ് വന്നത്, പിന്നെ അത് അവർ ഭാഗം വെച്ചപ്പോൾ പിന്നെ 10 സെൻറ്റാണ് ഭാഗിക്കാനുണ്ടായിരുന്നത്. ഞങ്ങൾ 4 മക്കളാണ് ജീവിച്ചിരുന്നത്. 4 മക്കൾക്കും അമ്മയ്ക്കും ഒരു വിഹിതം, അങ്ങനെ ഈ 2 സെൻറ്റ് വന്നു. അതപ്പം തന്നെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണെന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്.
അദ്ദേഹം അത് അങ്ങനെ അതിനൊരു ചെറിയ കഥയുണ്ട്. എന്തായാലും അത് എൻ്റെ പേരിലില്ല, ഞാൻ അപ്പം തന്നെ അത് അപ്പം ബേബിയിൽ നിന്ന് മകൻ അപ്പുവിനും ഒന്നും കിട്ടില്ല. ബെറ്റിയുടേതായ ചില ഷെയർ ബെറ്റിയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ബെറ്റി മക്കൾക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അയാൾക്ക് അങ്ങനെ എൻ്റെ വക ഒന്നും കിട്ടില്ല. എൻ്റെ വക കുറച്ച് ദുഷ്പേരെന്നുള്ളതല്ലാതെ വേറൊന്നും എൻ്റെ മകന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണ് താങ്കളുടെ പേരിൽ ഒരു ദുഷ്പേര് എന്ന് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ താങ്കൾ കുടുംബത്തിൽ അങ്ങനെ കുലുങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ദുഷ്പേരെന്നുള്ളത് ചെറിയ VK-ൻ്റെ ഒരു സ്വാധീനത്തിൽ പറഞ്ഞതാണ്. ദുഷ്പേരാണോ സൽപ്പേരാണോ എന്ന് എനിക്കറിഞ്ഞു. എന്തായാലും ഒരു പേരുണ്ട്, അത് മാത്രമേ എൻ്റെ മകന് കൊടുക്കാനായിട്ട് എനിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ബേബി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മാറ്റം വരാൻ മാത്രം സമയമായില്ല. പക്ഷേ ബേബിക്ക് എന്തെങ്കിലും മാറ്റം വന്നു എന്നാണ് എനിക്കറിയേണ്ടത്. എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് നിങ്ങളൊക്കെയാണ്, നിരീക്ഷകരാണ് പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജനറൽ സെക്രട്ടറിയുടേത് ഒരു പദവിയായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിയിൽ പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗമായി, VS സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ എന്തെങ്കിലും പ്രവർത്തന മേഖലകൾ എനിക്കായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടതോ ഞാൻ ചിന്തിച്ചതോ മോഹിച്ചതോ ഒന്നുമല്ല. എനിക്ക് അതെ, അർഹിക്കുന്നത് കൂടുതൽ പാർട്ടി എനിക്ക് ചെറുപ്പത്തിൽ തന്നു എന്നൊക്കെ താങ്കൾ പറയാറുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് പാർട്ടിയിലുണ്ടായ ഒരു വിശദീകരണം, രാഷ്ട്രീയം വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടെ ലളിതമായ ഭാഷ ഉപയോഗിക്കണമെന്നുള്ളതാണ്. അപ്പം ബേബിയെക്കുറിച്ചിട്ട് തന്നെ ചിലപ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബേബി പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു ശ്രമം താങ്കളുടെ വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ? ഈ വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിമർശനത്തിൽ കുറച്ച് ശരിയുണ്ടെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അപ്പോൾ അത് സുഹൃത്തുക്കളുടെ എല്ലാം അഭിപ്രായം മാനിച്ചുകൊണ്ട് എങ്ങനെ ഈ പറഞ്ഞ എൻ്റെ സംഭാഷണ രീതിയിലുള്ള അപാകതകൾ പരിഹരിക്കാം എന്നുള്ളത് ഞാൻ തുടർച്ചയായിട്ട് അന്വേഷിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടിയുടെ മുഖമായിട്ട് അവിടെ ഡൽഹിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഭാഷയിൽ ഇപ്പോൾ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ ജനങ്ങളോട് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് എന്നത് ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമ്പോൾ ഹിന്ദി മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഞാൻ ചില പരിപാടികൾക്ക് ഇപ്പോൾ പോവുകയുണ്ടായി. ബീഹാറിൽ പോയി, മധ്യപ്രദേശിൽ പോയി കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ, പഞ്ചാബിൽ പോയി, ഡൽഹിയിൽ പല പരിപാടിയിൽ പങ്കെടുത്തു. അവിടെല്ലാം ഞാൻ വളരെ സാഹസികമായി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു പാർട്ടിക്ക് വേണ്ടി. അത് ഹിന്ദിയിൽ സംസാരിക്കാനുള്ളൊരു ശ്രമമാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ഭംഗിയായിട്ടറിയാം. പക്ഷെ അവിടുത്തെ സഖാക്കൾ അത് വളരെ തൃപ്തിയിലും പ്രതീക്ഷയിലും അവിശ്വാസത്തിലുമാണ് കണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ വേണമെങ്കിൽ ഒരു രഹസ്യം പറയാം. ഞങ്ങളുടെ ഒരു ഔപചാരികമായ ഒരു യോഗത്തിൽ തന്നെ ഹിന്ദി മേഖലയിൽ നിന്നുള്ളൊരു സഖാവ് പറഞ്ഞു, മുമ്പ് പലരും കേരളത്തിൽ നിന്നെല്ലാം വരുമ്പോൾ അവിടെ ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതാണ്, ഞങ്ങളും അത് പ്രതീക്ഷിച്ചു നിന്നു. ജനറൽ സെക്രട്ടറിയായിട്ട് ആദ്യം ബീഹാറിലേക്ക് വന്നു, പാറ്റ്ന എയർപോർട്ടിൽ ഇറക്കി. അവിടെ പത്രലേഖകരുണ്ടായിരുന്നു. അവർ വന്ന് ചോദിച്ചപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷേ ഹിന്ദിയിൽ തന്നെ മറുപടി പറഞ്ഞു. പിന്നെ കമ്മിറ്റിയിൽ ഹിന്ദി സംസാരിച്ചു. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഹിന്ദിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനമുള്ളത് എനിക്ക് തന്നെയാണ്. പക്ഷെ അവിടുത്തെ സഖാക്കൾ അത് വലിയ ഒരു അനുതാപത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ കേൾക്കാൻ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ബേബി പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തേണ്ടി വരും എന്ന് ചില ആളുകൾ പറയാറുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു മാറ്റം അതിനെപ്പറ്റി ആലോചിച്ചു എന്നാണല്ലോ അത്. വലിയൊരു ബഹുമതിയാണ്. എൻ്റെ മലയാളത്തേക്കാൾ മികച്ചതാണ് എൻ്റെ ഹിന്ദി എന്ന് മനോരമയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ പാർട്ടിയുടെ സമയത്തെക്കുറിച്ചിട്ട് ആദ്യം ഒന്ന് സൂചിപ്പിച്ചു. ആദ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്ത് വന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾക്കും അറിയാം. അതേസമയം 1984 കേവലം 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 11 വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണ്.
അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ഇങ്ങനെ ഈ പടവലങ്ങ പോലെ താഴോട്ടാണ് എന്ന് ബേബി സമ്മതിക്കുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോണി പറഞ്ഞതുപോലെ പാർട്ടിയുടെ പാർലമെൻ്ററി മേഖലയിലെ പ്രാതിനിധ്യത്തിൽ ശോഷണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കേണ്ട കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ചോദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തുടരാൻ കഴിയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തേണ്ട പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ ശബ്ദമായി മാറുക എന്നുള്ളതാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് കുറച്ച് വിശാലമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അതിപ്പോൾ CPM അംഗീകരിക്കുന്നുണ്ട്. മുമ്പ് ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ പാർട്ടി എന്ന ഒരു സമീപനമുണ്ട്. അപ്പം നയപരമായ കാര്യങ്ങൾ വരുമ്പം CPIMൻ്റെ നയം തന്നെയാണ് ശരി എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ CPI ഇന്ത്യയിലെ കേരളത്തിലെ ഘടക പാർട്ടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ്. CPI-ML ദിവാങ്കർ ഭട്ടാചാര്യ നയിക്കുന്ന പാർട്ടിയുണ്ട്. എന്നാൽ ഇപ്പോഴും കാട്ടിൽ പോയി ആദിവാസികളുടെയൊക്കെ പിന്തുണയോടുകൂടി ഒരു സായുധ സമരത്തിലൂടെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മാവോയിസ്റ്റുകൾ അതിദയനീയമായി വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിൽ അവർക്കെതിരായിട്ട് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലും മറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കാണുന്ന ഒരു സമീപനം ഞങ്ങൾക്ക് ആർക്കില്ല. പക്ഷേ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രസക്തി, ഓരോ പ്രശ്നത്തെക്കുറിച്ചും അവർ നടത്തുന്ന പ്രതികരണങ്ങൾ, അതില്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ഏത് പ്രസ്ഥാനമാണുള്ളത്? അപ്പോൾ ഇടതുപക്ഷം പ്രസക്തമാണ്. ഇടതുപക്ഷത്തിന് തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നു. അല്ല, ഇടതുപക്ഷം പ്രസക്തമാണ് എന്ന് താങ്കൾ പറയുമ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻ്ററി പ്രകടനത്തിനൊക്കെ അപ്പുറത്ത് ഒരു ഇടതുപക്ഷ നറേറ്റീവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ സമ്മതിക്കില്ല ഇടതുപക്ഷ നറേറ്റീവ് എന്ന് പറയുന്നത് പിന്തുടരുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരുന്നു, ഒരുപക്ഷെ യുവാക്കളുടെ ഇടയിൽ പോലും അത് കുറഞ്ഞു വരുന്നു. അപ്പോൾ താങ്കൾ പ്രസക്തമാണെന്നുണ്ടെങ്കിൽ ആ നറേറ്റീവിനെ പിന്തുടരാൻ കൂടുതൽ ആളുകൾ വേണ്ടിയിരുന്നു. അപ്പോൾ അതിൽ എവിടെയോ ഒരു അപജയം സംഭവിക്കുന്നു എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? അതിൽ അപജയമല്ല സംഭവിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ അപജയമില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിൽ ഇടിവ് സംഭവിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേസമയം എടുത്തു പറയേണ്ടതാണോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവാം. ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനമായിട്ട് പുരോഗമന ചെങ്കടി പിടിക്കുന്ന CPIMൻ്റെ ഒരു യുവതി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോൾ ഞാനത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ആദ്യം ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ABVP അവിടെ പിടിമുറുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ്മ JNUവിൽ ജയിക്കുന്നു, പോണ്ടിച്ചേരി സർവകലാശാലയിൽ ജയിക്കുന്നു. പുതിയ തലമുറയ്ക്കിടയിൽ സോഷ്യലിസത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ സ്വാധീനം ചെലുത്തുന്നു. അപ്പം ഒരു ഭാഗത്ത് തീവ്ര വലതുപക്ഷവൽക്കരണം ഇപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ വധത്തെ ന്യായീകരിക്കുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തവരുടെ പിന്മുറക്കാരാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം ഒരു മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ ചേർന്ന് വളർത്തിയെടുത്ത സ്വാതന്ത്ര്യ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, അതിൻ്റെ ദയനീയത നമ്മുടെ ഇന്ത്യ ഇന്ന് നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ അത് എല്ലാ പ്രസ്ഥാനങ്ങളും അത് നേരിടുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. പക്ഷേ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ രേഖയിലും പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം പാർട്ടിയുടെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വം, അതിൻ്റെ ശക്തി കൂട്ടണമെന്നുള്ളതാണ്. സ്വതന്ത്രമായ ശക്തി. സമരങ്ങൾ കുറഞ്ഞു വരുന്നു, സമരത്തിന് എത്തുന്ന ആളുകൾക്ക് അതിനകത്തുള്ള പങ്കാളിത്തം കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, ഈ സമരത്തിന് എത്തുന്ന ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കാനും കഴിയുന്നില്ല പാർട്ടിക്ക് എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ രേഖ പറയുന്നത്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ വളരെ ഒരു തകർച്ചയെ തന്നെയല്ലേ പാർട്ടി നേരിടുന്നത്? അതിനെ ഞാൻ തകർച്ചയെന്ന് വിശേഷിപ്പിക്കില്ല, തിരിച്ചടി എന്ന് ഞാൻ പറയും. ഓക്കെ, ആ തിരിച്ചടി പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇടതുപക്ഷം പൊതുവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നേരിട്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ ചർച്ച ചെയ്യാനിരിക്കുന്ന നഗരത്തിൻ്റെ ഒരു കോണിൽ ജീവിക്കുന്ന ലീലാവതി ടീച്ചർ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ആ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല, ജന്മദിനത്തിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് പല ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു ക്രൂരത മധ്യേഷ്യയിൽ നടക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതാണൊന്ന്. മറ്റൊന്ന്, ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ ലീലാവതി ടീച്ചറുണ്ട്,
ഗാസയിലെ കുട്ടികളെക്കുറിച്ച് കഥ എഴുതിയ പപ്പേട്ടൻ ടി പത്മനാഭനുണ്ട്. പക്ഷേ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ ഗാസയിലെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്താൻ പുറപ്പെട്ടപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് അല്ല അവിടെ അനുവദിച്ചില്ല. അവർ അനുവാദം നിഷേധിച്ചാലും അവിടെ പ്രതിഷേധിക്കണമെന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചു. അവരുടെ എല്ലാം പേരിൽ കേസെടുത്തിരിക്കുന്നു. അപ്പം ഇടതുപക്ഷമാണ് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യരാശിയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളുടെ ബലഹീനതകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ തിരിച്ചടിയുള്ളത്. പക്ഷേ ആ ബലഹീനതയുടെ ഭാഗമായി വരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ താങ്കൾ സംസാരിച്ചപ്പോൾ പോലും സോവിയറ്റ് യൂണിയൻ്റെ കാര്യം എടുത്തു പറഞ്ഞു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ, വിയറ്റ്നാം, ഇവിടെയൊക്കെ ഒരു മാനവികത എന്ന് പറയുന്ന അതിനെ തീരെ നിരക്കാത്ത തരത്തിലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളാണ്. ജനാധിപത്യ ദംസനം നടന്ന സ്ഥലങ്ങളാണ്. അതേസമയം കഴിഞ്ഞ 75 വർഷമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള 75 വർഷമായിട്ട് ഇവിടുത്തെ ജനാധിപത്യത്തിലുള്ള ഒരു പാർട്ടി എന്തിനാണ് ഇപ്പോഴും ഈ സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ, വിയറ്റ്നാം അതിൻ്റെ ബാഗേജ് കൊണ്ടു നടക്കുന്നത്? അത് തള്ളിപ്പറയാത്ത എന്തുകൊണ്ടാണ്? അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ വിശാലമായൊരു മേഖലയാണ്. അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ചുരുക്കി ഒരു കാര്യം ഞാൻ സ്വയംവിമർശനപരമായിട്ട് അംഗീകരിക്കാം. ഈ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളെന്നാണ് ഞാൻ വിളിക്കുക. സോവിയറ്റ് യൂണിയനാണെങ്കിലും കിഴക്കൻ യൂറോപ്പിലാണെങ്കിലും അത് തകർന്നു. ആ പരീക്ഷണങ്ങളുടെ ചരിത്രത്തിൽ വിമർശിക്കപ്പെടേണ്ടതും സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ടതുമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവുകൾ സംഭവിച്ചതുകൊണ്ടുകൂടിയാണ് സോവിയറ്റ് യൂണിയൻ ഇന്നില്ലാത്തത്, തകർച്ചയുണ്ടായത്. അത് CPIM അതിൻ്റെ പാർട്ടി 1992 ചേർന്ന് പാർട്ടി കോൺഗ്രസ് രേഖയിൽ പറഞ്ഞതാണ്. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മാതൃക, ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാതൃകയല്ലേ ശരിക്കും പറഞ്ഞാൽ ഉയർത്തിപ്പിടിക്കേണ്ടത്? എന്തിനാണ് ഇപ്പോഴും ഈ സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും ക്യൂബയുടെയൊക്കെ കാര്യം പറയുന്നത്? ഇന്ത്യയുടെ മാതൃകയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ജോണിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗത് സിംഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മാതൃകത്തിൻ്റെ ഭാഗമായിട്ട് അതിന് ഉയർത്തിപ്പിടിക്കേണ്ടത്. പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിൽ നല്ല മാതൃകകൾ ഉണ്ടായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ സ്പെയിനിലോ ജപ്പാനിലോ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് തുല്യത കിട്ടിയത് റഷ്യയിലാണ്, ബോൾഷെവിക് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം ആദ്യമായിട്ട് സ്പേസിലേക്ക് ശൂന്യാകാശം സ്പുട്നിക്ക് പോയത് അവിടെ നിന്നാണ്. അപ്പോൾ അത്തരം നേട്ടങ്ങൾ മാനവരാശിയുടെ പൊതുസ്വത്താണ്, ശാസ്ത്ര സാങ്കേതിക വളർച്ച. അവിടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ സംഭവിച്ചതുകൊണ്ടുകൂടിയാണ് തിരിച്ചടി ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ഒരു കൗണ്ടർ വെയിലിംഗ് ഫോഴ്സ്, സാമ്രാജ്യത്വത്തിൻ്റെ അതിക്രമങ്ങൾ നേരിടാനുള്ള മറ്റ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ. അത് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പും മാത്രമല്ല, നോൺ അലൈൻ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ നോൺ അലൈൻ മൂവ്മെൻ്റ് സുശക്തമായ നേതൃത്വമായിരുന്നു ഇന്ത്യ. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പൊതുവേദിയിൽ വെച്ച് ആലിംഗനം ചെയ്ത ഫിഡൽ കാസ്ട്രോ ലോകത്തിന് മുമ്പിൽ വെച്ച ഒരു ചിത്രമുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യത്തിനെതിരായി ചെറുത്തു നിൽക്കാൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല, സ്വതന്ത്ര രാജ്യങ്ങളും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളും നിന്നിരുന്നു. അതെല്ലാം ഇന്ന് ശിഥിലമായിരിക്കുന്നു. ഇന്ന് നോൺ അലൈൻ മൂവ്മെൻറ്റ് എപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ ദയനീയമായി ലോകത്തിന് മുമ്പിൽ പട്ടിണിക്കാരായി ഒരു പൊതി എറിഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ച് ആകാശത്തെ കൈയുയർത്തുമ്പോൾ ബോംബുകൾ വീഴുമ്പോൾ ശരീരങ്ങളാവുന്നു. അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ച അതുണ്ടായതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും പങ്കിടുന്ന വികാരമാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ പരമ്പരാഗതമായിട്ട് തുടർന്ന് വരുന്ന ശീലങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം പലപ്പോഴും, അല്ലെങ്കിൽ അവരെന്താണ് എടുത്തു കാണിക്കുന്നത് അതിൽ നിന്നുള്ളൊരു മാറ്റം ആവശ്യമല്ല എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഒരു മുഖം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചാണ്. ആ മുദ്രാവാക്യവും മുഖവും ഒന്നും ഇല്ലാതെ പാർട്ടി കൂട്ടായ എടുത്ത തീരുമാനം, പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് എന്നൊക്കെ പറയുന്ന ആ ശൈലിക്ക് ഒരു മാറ്റം വരണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ഒരുപക്ഷെ അതിൻ്റെ ഒരു മാറ്റം നമ്മളിവിടെ കേരളത്തിൽ കാണുന്നുണ്ട്. പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ ചില മുദ്രാവാക്യങ്ങൾ എല്ലാം ശരിയാകും, അല്ലെങ്കിൽ LDF ഉറപ്പാണ്, LDF എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യമാണ്. പക്ഷേ അത് തന്നെ ചെയ്തത് ശരിയാണോ എന്നുള്ള മട്ടിൽ ചർച്ചകൾ അപ്പുറത്തുണ്ടാകുകയും ചെയ്യും. അപ്പോൾ പുതിയ കാലത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ അതിനൊരു മുഖം, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു മുഖം അഖിലേന്ത്യാ തലത്തിൽ എന്താണ്, പാർട്ടിയുടെ മുദ്രാവാക്യം അഖിലേന്ത്യാ തലത്തിൽ എന്താണ്, അങ്ങനെയുള്ള ചിന്തകൾ വേണ്ടേ? അതിൽ ആദ്യമായിട്ട് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് പ്രബലമാകുന്നുണ്ട്.
അതുമായി ബന്ധപ്പെട്ടാണ് ഒരു അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ് USP എന്താണ് നിങ്ങളുടെ, നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ്, നിങ്ങൾ അവതരിപ്പിക്കുന്ന മുഖം എന്താണ്? അവിടെയാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അതെ ഞാൻ അപ്പോൾ ഈ പ്രവണത കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. ഈ പ്രവണത അംഗീകരിക്കാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം നയങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ളത്, ആ നയങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ എല്ലാം ശരിയാവും എന്നുള്ളതുപോലെ ഞങ്ങളും നയങ്ങളെ മുദ്രാവാക്യങ്ങളിലേക്ക് സംക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ബർഡൻ പേറുന്നത്, ഭാരം ചുമക്കുന്നത് ചോദിക്കുമ്പം ബോൾഷെവിക് വിപ്ലവത്തിൻ്റെ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോൾഷെവിക് പാർട്ടിയുടെ മുഴുവൻ വിശാലമായ പരിപാടിയും വളരെ ശക്തമായ തീക്ഷ്ണമായ ചെറുമുദ്രാവാക്യങ്ങളായിട്ട് ചുരുക്കാൻ ലെനിന് കഴിഞ്ഞിരുന്നു. സമാധാനം, അന്ന് യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ആള് കൃഷിക്കാർ പിന്നെ പടയാളികളായിട്ട് പോയിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയില്ല, ഭക്ഷണമില്ല. അപ്പോൾ ഭക്ഷണം, സമാധാനം, ഭൂമി, ഭക്ഷണം, ഇത് മൂന്നായിട്ട്. അതുപോലെ ഇവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളെ പെട്ടെന്ന് തൊട്ടുണർത്താൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയണം എന്ന അർത്ഥത്തിൽ ഞാൻ യോജിക്കുന്നു. എന്നാൽ ഇത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് മാറ്റുന്നു പല പാർട്ടികളും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒക്കെ നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ. അതാണ് ലോകത്തുണ്ടായതിൽ ഏറ്റവും മികച്ച മുദ്രാവാക്യം എന്ന് പറയാറുണ്ട്. മുദ്രാവാക്യത്തിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, മുഖം എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്തായാലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് മുഖം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഈ മുഖത്തെ അംഗീകരിക്കാനുള്ള ഒരു മടി? അല്ലെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ആ മുഖം കാണിക്കുകയും നിങ്ങൾ ഭംഗി തരണ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ചെയ്യുന്നത് എന്തോ തെറ്റാണെന്നുള്ള ഒരു വ്യാഖ്യാനം കൂടെ വരികയാണ്. അതിനുള്ള മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖമല്ല, മുഖങ്ങളാണ്. അതിൽ ചില മുഖങ്ങൾ പ്രാധാന്യത്തോടുകൂടി വരും. ചില മുഖങ്ങൾ ഇപ്പം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഇപ്പം മംദാനി വന്നില്ലേ, ന്യൂയോർക്കിലെ മേയർ. അപ്പം ഒരു ബദലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. നേരത്തെ ബേണി സാൻഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമരങ്ങളിൽ നിന്നും സമൂഹം തന്നെ ചില ചരിത്ര സന്ദർഭങ്ങൾ തന്നെ ചില മുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അത് ബോധപൂർവം ചെയ്യേണ്ടതല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടാവും. ഇപ്പോൾ EMS, AKG അന്നും ഒരു മുഖമല്ല, EMS ഉം AKG ഉണ്ട്. പക്ഷേ അന്ന് ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ അന്ന് പല മുഖങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ നറേറ്റീവിലും കാണുന്നത് ഒരു മുഖമേ ഉള്ളൂ, അത് പിണറായി വിജയൻ്റെ മുഖമാണെന്നാണ്. അത് താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന ഒരു മുഖമാണ് എന്ന് പറയാമോ? അത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ തുടർഭരണത്തിന് നേതൃത്വം കൊടുത്തു. ഇവിടെ വെള്ളപ്പൊക്കവും ദുരിതങ്ങളും ഉണ്ടായപ്പോൾ ഒരു കാരണവരെ പോലെ നിന്നുകൊണ്ട് ജനങ്ങളെയാകെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി പിണറായി വിജയന് കിട്ടുന്ന അംഗീകാരമുണ്ട്, സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയ്ക്കിടയ്ക്കാണ് നിങ്ങൾ പറയുന്നത് വേറെ ആരുമില്ല, ഈ ഒറ്റയാളേ ഉള്ളൂ എന്നുള്ളത് പാർട്ടിയോട് സ്നേഹമുണ്ടായിട്ട് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ മുസ്ലിം ലീഗിനെ ചിലപ്പോൾ കളിയാക്കി പറയാറുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണെന്ന്. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്താണ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത് ഈ പിണറായി വിജയനാണോ എന്നുള്ള സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും എത്ര സ്വാധീനമുള്ള നേതാവ്, ആ ഒരു നേതാവിന് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ അനർഹമായ പ്രായത്തിൽ തന്നെ ഈ പല കമ്മിറ്റികളിലും കേന്ദ്ര കമ്മിറ്റിയിലും എല്ലാം ഇരുന്ന് EMS ഉം BTR ഒക്കെ സുന്ദരയൊക്കെ ഉള്ളപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ ചർച്ചകളും തീരുമാനങ്ങൾ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. ഹൗറയിൽ 1978 സംഘടനാ പ്ലീനം നടന്നു. വളരെ സജീവമായിട്ട് P. സുന്ദരയ്യ പങ്കെടുത്തതാണ്. EMS ഉണ്ട്, BTR ഉണ്ട്, സകലരുമുണ്ട്. അവിടെ തലനാരിഴകിൽ ചർച്ച ചെയ്തിട്ടാണ് സംഘടനയുടെ നയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ വോട്ടെടുപ്പ് നടക്കും നയത്തിന്മേൽ. അപ്പം ഇങ്ങനെയാണ് എന്ത് കാര്യങ്ങളും ഇൻഡിവിജ്വൽസിനെ കുറിച്ച്. ഇനി സഖാവ് EMS ഉം നയനാരും ഞാനുമെല്ലാം അവരുടെ കൂടെ ഞാൻ ചേർക്കുകയല്ല, ബാലനായിട്ട് ഞാനും ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ട്. EMS ഉണ്ട്, സഖാവ് നയനാരുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ചർച്ച നടന്നിട്ട് അതിന് നമുക്ക് ആരെയാണ് പരിഗണിക്കേണ്ടത് എന്ന് വരുമ്പോൾ EMS ഉം നയനാരും പറഞ്ഞ ഒരു പേര് മറ്റു പലരും എന്നെ പോലെ അതിനോട് യോജിച്ചു. പക്ഷെ അവിടെ 15 പേരിൽ
7 പേരെ അതിനെ അനുകൂലിച്ചുള്ളൂ, 8 പേര് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അജണ്ട വരും, ഒരു പാർട്ടി നേതാവ് വന്നിട്ട് പറയും എല്ലാവരും അങ്ങനെയല്ല. ഈ പാർട്ടി ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ താങ്കൾക്കറിയാവുന്നതുപോലെ വിഭാഗീയതയുടെ വലിയൊരു ചരിത്രവും ഈ പാർട്ടിക്കുണ്ട്. ആ വിഭാഗീയതയുടെ ചരിത്രത്തിന് ശേഷം താങ്കൾ ഈ പറയുന്നത് പോലെ എല്ലാം പൂർണ്ണമായും ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല. അതിനുശേഷം ഈ പാർട്ടിയുടെ ആ ഒരു സംസ്കാരത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ചില നേതാക്കൾക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നു, അത് നടപ്പാക്കാൻ പറ്റുന്നു, അവരുടെ അജണ്ട. അങ്ങനെ ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? CPIM സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ അതിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ജോസഫ് സ്റ്റാലിൻ പാർട്ടിയുടെ നേതാവായിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ വ്യക്തിപ്രഭാവ സിദ്ധാന്തം അവിടെ പ്രാബല്യത്തിൽ വന്നു എന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിമർശനപരമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ CPIM അതിൻ്റെ 71 മുതൽ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് പല ഉത്തരവാദിത്തങ്ങളിൽ. ഇതിൻ്റെ പങ്കാളി എന്നുള്ള തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മഹാരഥന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്ന കമ്മിറ്റികളിൽ എത്രയോ സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. എത്രയോ തീരുമാനങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു, എന്നിട്ട് എന്ത് തീരുമാനമാണ് എടുത്തത്. അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയക്കുഴപ്പത്തിനും അർത്ഥമില്ല. ഇവിടെ ഒറ്റയ്ക്ക് ആരെങ്കിലും എടുക്കുന്ന തീരുമാനമല്ല പാർട്ടിയുടെ PB സ്വീകരിക്കുന്നത്, കേന്ദ്ര കമ്മിറ്റി സ്വീകരിക്കുന്നത്, ഒരു സംസ്ഥാനത്തും സ്വീകരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് തന്നെ ഇപ്പോൾ അലോസരമാകുന്നുണ്ട്. എവിടെ ചെന്നാലും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും ഈ ചോദ്യം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണോ, താങ്കൾക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ നിസ്സഹായരാണോ എന്നുള്ള ആ ഒരു ചോദ്യം എപ്പോഴും വരുന്നതിൽ ഒരു അലോസരം തോന്നുന്നുണ്ടോ? അല്ല, എനിക്കെന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി ജനറൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയിൽ ഒരു അജണ്ട അവതരിപ്പിച്ച് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്നതെല്ലാം തീരുമാനിച്ചു കൊള്ളണമെന്നില്ല, ജനറൽ സെക്രട്ടറി പറയുന്നതെല്ലാം തീരുമാനമാകണമെന്നില്ല, പിണറായി വിജയൻ പറയുന്നതെല്ലാം തീരുമാനമാണെന്നില്ല, EMS പറയുന്ന തീരുമാനമായിട്ടില്ലല്ല. അവരെല്ലാം അവിടെ തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മിറ്റി കൂടുമ്പോൾ അവിടെ വരുന്ന പല അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണ് ജനറൽ സെക്രട്ടറിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അഭിപ്രായം. അവിടെ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ എനിക്ക് യാതൊരു അലോസരവും ഇല്ല. കാര്യം യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഈ ചോദ്യത്തിലില്ല എന്നുള്ളത്. അപ്പോൾ ഈ PM ശ്രീയുടെ അടുത്ത കാലത്തുണ്ടായ ഒരു ഉദാഹരണമാണ് ഈ PM ശ്രീയിൽ. അപ്പം ചർച്ച കൂടാതെ PM ശ്രീയിൽ കയറാനുള്ള ഒരു തീരുമാനം വരുന്നു. പക്ഷെ അത് ചർച്ചയില്ലാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശരിയായില്ല എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു. അത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സർക്കാരിലുള്ള മറ്റ് നേതാക്കളെ ബോധ്യപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായോ? ആ ചോദ്യത്തിനകത്ത് ചെറിയൊരു പ്രതികരണം എനിക്ക് നടത്താൻ. ചർച്ചയില്ലാതെ എന്നാണല്ലോ ചോദ്യം. വേണ്ടത്ര ചർച്ചയില്ലാതെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആയിക്കോട്ടെ, വേണ്ടത്രയും ചേർത്തോട്ടെ, അതാണ് യാഥാർത്ഥ്യം. അതെ, അപ്പം അതിൻ്റെ വേണ്ടത്ര എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാം. അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ, ആ പ്രശ്നം തുടങ്ങിയത് മുതൽ അതിൻ്റെ സമാപനം വരെ എനിക്കതിനകത്തൊരു പിന്നെ സന്നിഹിതനാകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞാനുണ്ടായിരുന്നു. വേണ്ടത്ര ചർച്ച നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പോരായ്മ CPM കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമാണ്. അത് പിണറായി വിജയനാണ് ബിനോയ് വിശ്വത്തോട് കൈമാറിയത്. എന്നിട്ട് ഒരു പരിഹാര നിർദ്ദേശത്തോടെ വന്നു, തുടർന്ന് ചർച്ച പോകേണ്ടി വന്നു. അപ്പോൾ ഇത് സകലരും ചേർന്നാണ് ഇത് വേണ്ടത്ര ചർച്ച നടന്നില്ല എന്ന സ്വയം വിമർശനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടതാണ്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ എല്ലാ ജനാധിപത്യ സംവിധാനവും ഉള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന കൂട്ടായ നേതൃത്വമുള്ള ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് വേണ്ടത്ര ചർച്ചയില്ലാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? അപ്പോൾ അതിൽ ആ സംവിധാനത്തിൽ എന്താ പശകൊണ്ട് ആർക്കെങ്കിലും ആ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നല്ല അർത്ഥം? അല്ല, മനുഷ്യർ ഒരു വ്യക്തിയും പൂർണ്ണനല്ല എന്നതുപോലെ ഒരു സംഘടനാ സംവിധാനവും പൂർണ്ണമല്ലെന്നേ ഇതിനർത്ഥമുള്ളൂ. ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു പോരായ്മ പാർട്ടിക്ക് സംഭവിക്കുന്നത്. പാർട്ടിക്ക് പോരായ്മകൾ സംഭവിക്കാറുണ്ട്. പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് പോരായ്മ അല്ല എന്ന് പറയുന്നതിന് പകരം ആ പോരായ്മ തുടർന്ന് സംബന്ധിച്ച് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം വേണ്ടത്ര ചർച്ചയുണ്ടായില്ല എന്ന് താങ്കൾ പറഞ്ഞത് പാർട്ടി ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ തിരുത്തുന്നത് പോലെ എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് കരുതിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അതിനെ എടുക്കാമോ? വേണ്ടി വന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇടപെടും എന്ന ഒരു സന്ദേശമായിട്ട് ഇവിടെ ആരെങ്കിലും ബോധ്യപ്പെടുത്തുകയല്ല ചെയ്തത്. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു, ചർച്ച ചെയ്തു.
എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. അതാരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്യാത്ത വേറൊരാൾ തെറ്റ് ചെയ്ത ആളിനോട് പറഞ്ഞ് തിരുത്തി, അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നതേ സതുദ്ദേശത്തോടു കൂടിയല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, അപ്പം ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിലും വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റൈറ്റാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറി അന്ന് താങ്കളെ വല്ലാതെ CPI വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒന്നും ഇവിടെ ഒരു കാര്യവുമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി അവിടെ നമ്മുടെ ഒരു മലയാളി കേരളത്തിൽ നിന്നൊരാൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പം തന്നെ ഒരു ചർച്ചയും ഇല്ലാതെ, അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ചയില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് CPI പ്രകോപിപ്പിച്ചപ്പോൾ ആ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന താങ്കൾക്ക് ഉള്ളിൽ എന്താ തോന്നിയത്? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേ ഇല്ല. അതിനുശേഷം ജനൈകം പത്രത്തിനകത്ത് CPIയുടെ നേതാക്കന്മാർ ലേഖനം എഴുതിയതായിട്ട് അവരെനിക്ക് അയച്ചു തന്നു, നല്ല നിലയിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളത്. അത് വായിച്ചപ്പോഴും എനിക്ക് യാതൊന്നും തോന്നിയില്ല. ഇതെല്ലാം നമ്മൾ വായിക്കുക. അല്ല, ഈ CPIയുടെ എല്ലാ നിലപാടിനെ കുറിച്ചിട്ടും താങ്കൾക്ക് അത് തന്നെയാണോ പറയാൻ കഴിയുക? കാരണം ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ CPI അതിനുള്ളിൽ ഒരു പ്രതിപക്ഷം പോലെ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ പുറത്തുള്ള ആളുകളുടെ കയ്യടി കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ CPIക്ക് തീർച്ചയായിട്ടും എല്ലാവരും CPIയുടെ ആ നിലപാടിനെ ശ്രദ്ധിക്കും. അപ്പോൾ ആ CPI അത്തരം നിലപാടെടുക്കുന്നതിനെ കുറിച്ചിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം എന്താണ്? നമ്മളുടെ ഈ പരിപാടി നടന്നു കഴിയുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണമെന്നുള്ളൊരു ഉദ്ദേശം ജോണിക്കുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാലോട്ട് വിരോധവുമില്ല. അപ്പോൾ എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് കൂട്ടുനിൽക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, ചിലപ്പോഴൊക്കെ ഈ വിമർശകരുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കണ്ടേ ഒരു പ്രസ്ഥാനവും പാർട്ടിയൊക്കെ ആകുമ്പോൾ? കാരണം വിമർശനത്തിൽ നിന്ന് പലതും പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോഴൊക്കെ വിമർശകർക്ക് ഒപ്പവും നിൽക്കുന്നു എന്ന് ഒരു മാറ്റത്തിന് വേണ്ടിയെങ്കിലും. ഞങ്ങൾ വിമർശനത്തിനൊപ്പം മാത്രമല്ല, സ്വയം വിമർശനത്തിനൊപ്പവും നിൽക്കും. P. കൃഷ്ണപിള്ള മരിക്കുന്നതിന് മുമ്പ് എഴുതി വേണ്ടുന്ന റിപ്പോർട്ടിലെ വരികൾ പലരും സഹാക്കളെ മുന്നോട്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പുള്ള വരികൾ വളരെ പ്രധാനമാണ്. അവിടെ P. കൃഷ്ണപിള്ള എഴുതിയത്, ഇന്ന് പാർട്ടി നേരിടുന്ന ഒരു പ്രശ്നം വിമർശനമുണ്ട്, പക്ഷേ സ്വയം വിമർശനം വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. ഇത് EMS ആവർത്തിച്ച് പറയാറുള്ളതാണ്, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പറയേണ്ടതാണ്. അപ്പം ഞങ്ങൾ ആ അർത്ഥത്തിൽ CPI വിമർശനവും സ്വവിമർശനവും നടത്തുന്നുണ്ട്, CPIM നടത്തുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പ്രവർത്തനം വളരെ ശ്രദ്ധാപൂർവവും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPM-ഉം CPI-യും തമ്മിലുള്ള സഹകരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പ്, ഇത് കാസൂക്ഷിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. അതിലാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ശ്രദ്ധയൊന്ന് വ്യതിചലിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. ജോണിയാൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് ഞാൻ പറയുന്നത്, അപ്പം നിങ്ങൾ ഈ ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷത്തെ എല്ലാവരും ഒന്നിച്ച് നിർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളെന്ന് പറഞ്ഞ് RSPയും ഫോർവേഡ് ബ്ലോക്കും പോലും ഈ LDF എന്ന് പറയുന്ന മുന്നണിയിൽ ഇല്ല എന്ന് താങ്കൾ അംഗീകരിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയെല്ലാം ഇടതുപക്ഷ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ ഇടതുപക്ഷ പാർട്ടികളെ പോലും ഈ സംസ്ഥാനത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയാത്തത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ബംഗാളിൽ ഇടതുപക്ഷം സഹകരിക്കുന്നതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ RSPയും ഫോർവേഡ് ബ്ലോക്കും ഉണ്ട്. മാത്രമല്ല ദിവാകരൻ്റെ CPI-ML-ഉം ഇപ്പം പുതുതായിട്ട് വരികയാണ്. ഒരു പുതിയ പ്രവണതയാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ലെഫ്റ്റ് ഫ്രണ്ടിലില്ല CPI-ML ലിബറേഷൻ, പക്ഷേ ഒരു സീറ്റ് CPI-ML ലിബറേഷനാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ ഇന്ത്യയിലൊട്ടാകെ ഇടതുപക്ഷത്തിൻ്റെ യോജിച്ച പ്രവർത്തനവും ഒരു മുന്നണിയിൽ നിന്നുള്ള പ്രവർത്തനവും നടക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടതില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ CPI-M-ഉം CPI-യും പോലെ RSPയും ഫോർവേഡ് ബ്ലോക്കും തയ്യാറാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അവർ തയ്യാറായാൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും എന്ന് ഇതിനർത്ഥമുണ്ടോ? അല്ല, എന്താണെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഈ ചോദ്യത്തോടും ഈ ചോദ്യത്തിനോട് ഞാൻ നൽകിയ പ്രതികരണത്തോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ട് അന്നേരം നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞാനീ കേരളത്തിലായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അപ്പോൾ EMS-ന് ശേഷം നമ്മളൊരു തനി കേരളീയൻ എന്ന് പറയാവുന്ന ഒരാൾ വരുന്നത് ബേബിയാണ്. പ്രകാശ് കാരായിട്ട് അങ്ങനെ 100% നമുക്ക് അങ്ങനെ വിശേഷിപ്പിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന്
അവിടെ നിന്ന് കാണുന്നത് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും മറുപക്ഷത്ത് നിൽക്കുന്ന UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ബേബി അവിടെ ഈ രാഹുൽ ഗാന്ധിയുടെ കൈയും പിടിച്ച് നിൽക്കുന്ന വിഷ്വലാണ് വരുന്നത്. അപ്പോൾ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച് നടക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അത് ഇവിടെ ഈ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങൾക്കും മറുവാക്കായിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുകയാണ് ബേബിയും രാഹുൽ ഗാന്ധിയും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അത് എന്താണ് ഇവിടെ ഒരു പ്രതിസന്ധിയായിട്ട് ബേബിക്ക് തോന്നിയിട്ടുണ്ട്? ഇത് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ CPI-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ വ്യക്തമായ ഒരു നിഗമനത്തിലെത്തി. ഇന്ന് അടിയന്തരമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കടമ, ഇടതുപക്ഷം നിർവഹിക്കേണ്ട കടമ, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP-യെയും അവരുടെ കൂട്ട് ശക്തികളെയും ഭരണാധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മുടെ കടമ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ ഈ വർഗീയതയുടെ വിഷം കുത്തിവെച്ചിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഡീടോക്സിഫൈ ചെയ്യണം. ഇന്ത്യൻ സമൂഹത്തെ, സാംസ്കാരിക മണ്ഡലത്തെ വിഷവിമുക്തമാക്കാനുള്ള ജോലിയും പിന്നെ ബാക്കി കിടക്കുന്നുണ്ട്. ഈ ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലികൾ നിർവഹിക്കുന്ന ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതിൽ വരുന്നതാണ് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ഞങ്ങളെല്ലാവരും കൈകോർത്ത് വിളിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അത് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്തൊരു ജനാധിപത്യ മതനിരപേക്ഷ ബദലിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ട് എന്ന് പറയും. അതുപോലെ എന്നാൽ അവരുമായിട്ട് സഖ്യമില്ല എന്ന് പറയും. അതേസമയം തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ഒരു മുന്നണിയിൽ തന്നെ മത്സരിക്കും. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ കോൺഗ്രസ് വിരോധത്തിലാണ് നിലനിൽപ്പ് എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു വൈരുദ്ധ്യം വല്ലാതെ പാർട്ടി ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ ഹോണ്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ കേരളത്തിൽ CPI-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിരോധമല്ല. കേരളത്തിലും CPI-എം ഒന്നാമത് സംസാരിക്കുന്നത് വർഗീയതയുടെ ആപത്തിനെ കുറിച്ചാണ്. അത് സംസാരിക്കുമ്പോൾ RSS സ്വാധീനിക്കുന്ന BJP-യാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വലിയ ഭീഷണിയെങ്കിൽ RSS-ൻ്റെ വർഗീയ അജണ്ടയ്ക്കും ന്യായീകരണം കൊടുക്കുന്ന ചില ന്യൂനപക്ഷ വർഗീയ സംഘടനകളുണ്ട്. അവർ RSS-നെ പോലെ ഭീഷണിയല്ല. കാര്യം RSS ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയതയാണ്. പക്ഷേ RSS-ൻ്റെ വർഗീയ പ്രവർത്തനങ്ങൾക്ക് സാധൂകരണവും ന്യായീകരണവും കൊടുക്കാൻ RSS-നെ സഹായിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പോലുള്ളവരുണ്ട്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഇവരെ ആശ്രയിച്ചാലും കുഴപ്പമില്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടോ എന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെല്ലാമുള്ള ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഏക ഭരണമുള്ള സംസ്ഥാനമായ കേരളം ഏതെങ്കിലും തരത്തിൽ വിശാല അടിസ്ഥാനത്തിലുള്ള ഐക്യത്തിന് ഒരു തടസ്സമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ്, കോൺഗ്രസുമായിട്ടുള്ള കൂടുതൽ സഹകരണത്തിന്. കാരണം ഇപ്പോൾ കുറച്ച് കാലം എടുത്തു കഴിഞ്ഞാൽ താങ്കൾ തന്നെ സമ്മതിക്കില്ലേ, ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വലിയ ഇടതുപക്ഷ അജണ്ട മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണെന്ന്. അദ്ദേഹം എടുത്ത ഓരോ നിലപാടുകളും ഓരോ ക്യാമ്പയിനും എടുക്കുക. അല്ല, രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ സമ്മതിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, CPM-ന് ബുദ്ധിമുട്ടില്ല. ഒന്ന്, സമീപകാലത്തായിട്ട് അദാനിക്കും അംബാനിക്കും വേണ്ടിയുള്ള ഭരണമാണ് BJP-യുടെ ഭരണം എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ ക്രോണി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല. അദാനിക്കും അംബാനിക്കും വേണ്ടിയുള്ള ഈ ഭരണം സ്വച്ഛമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മോഡിക്കും അമിത്ഷായ്ക്കും കഴിയുന്നതിന് ഒരു തുടക്കം കുറിച്ചു കൊടുത്തത് ശ്രീ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സാമ്പത്തിക ഉദാര. അപ്പം അതിനെ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകാതിരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നു എന്നുള്ളത് ഞങ്ങൾ കാണുന്നു. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ആൾക്ക് ചോദിക്കാം. അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുന്നത് പലതും ഇടതുപക്ഷ നിലപാടുകളാണ് എന്ന് തന്നെ പറയുന്നു. ഇടതുപക്ഷ നിലപാടാണെന്നുള്ളതിന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും.
അധ്യർച്ചേണ്ടി വരും. ഉദാഹരണത്തിന് ഞാൻ ഓർമ്മിപ്പിക്കാം, ജോണി എല്ലാം സൂക്ഷ്മമായിട്ട് പിന്തുടരുന്ന ഒരാളല്ലേ. ഹിന്ദു രാഷ്ട്രത്തെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. അടുത്തായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ പറയുന്നത് ഹിന്ദു രാജ്യമാണ്. അത് വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ വരുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ ചിന്തയാണോ ഇത്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളുടെ ചിന്തയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഹിന്ദു രാഷ്ട്രത്തെ എതിർത്ത് കഴിഞ്ഞിട്ട് ഹിന്ദു രാജ്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മതവുമായി ഈ രാജ്യത്തെ ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാന അപ്പം അങ്ങനെ ചില പോരായ്മകൾ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെന്നുള്ളത് സൗഹൃദപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പൊതുവിൽ ക്രോണി ക്യാപിറ്റലിസത്തെ എതിർക്കാൻ മൂഹത കാണിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അതിനെ വിമർശിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും പിന്നെ ഒരു അംഗീകരിച്ചുകൊണ്ട് കാണേണ്ടതുമായ ഒരു കാര്യമാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ മെച്ചമാണ് രാഹുൽ ഗാന്ധി എന്നാണോ? രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയുന്നില്ല. ഞാൻ വിട്ടുപോകാത്തൊരു കാര്യം, ഇപ്പോൾ എം വി രാഘവൻ അനുസ്മരണത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം താങ്കൾ പങ്കെടുത്തു. ആദ്യമായാണ് ഒരു പാർട്ടിയുടെ ഉന്നത നേതാവ് അങ്ങനെ പങ്കെടുക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞു ആ എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പോകുന്ന സമയത്ത് യുവജന, അതായത് SFI DYFI പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഇതിലേറെയും എം വി രാഘവനൊപ്പമായിരുന്നു എന്ന് താങ്കൾ തുറന്നു പറഞ്ഞു. ഇപ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നേരത്തെ പറയല്ലോ, അവർക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല, അവരെ വെച്ചേക്കില്ല എന്നുള്ളൊരു സമീപനത്തിൽ നിന്നൊക്കെ മാറ്റി പാർട്ടിയിൽ നിന്ന് പോയാലും ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ ആ വിരോധമില്ല എന്നൊരു സന്ദേശമുണ്ടോ? പിന്നെ ഈ വ്യവസായ സംരംഭകത്തെ താങ്കൾ അവിടെ പ്രശംസിച്ചു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ വ്യവസായ സംരംഭകനായിട്ടും പാർട്ടി നേതാവായിട്ടും ഒരേ സമയം പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. അല്ല, ഒന്നാമത് അവിടെ ഞാൻ പറഞ്ഞത് ഞങ്ങളെപ്പോലെ യുവജനരംഗത്തുള്ള കുറച്ചുപേരൊഴികെ കൂടുതൽ ആളുകൾ. പക്ഷേ അങ്ങനെ എം വി രാഘവൻ്റെ കൂടെയും ബദൽ രേഖയ്ക്കൊപ്പം എറണാകുളത്ത് വെച്ചാണ് ആ സമ്മേളനം നടന്നത്. അങ്ങനെ സഖാവ് MVR കൂടെ നിൽക്കാൻ തയ്യാറായ മഹാഭൂരിപക്ഷം യുവജന നേതാക്കന്മാരും പാർട്ടിയിൽ തന്നെ അപ്പം തന്നെ പാർട്ടിയിലേക്ക് സംരക്ഷിക്കപ്പെട്ടു. അവരുടെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല. നായനാർ ഉൾപ്പെടെയുള്ള നേതാക്കളും അപ്പുറത്തുണ്ടായിരുന്നു. അപ്പം അതാണൊന്ന്. പിന്നെ MVR ഒരു പ്രവർത്തന ശൈലിയുണ്ട്, വളരെ ജനകീയമായൊരു ശൈലിയുണ്ട്. അതൊക്കെയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഈ പാമ്പ് വളർത്തൽ കേന്ദ്രം പോലെയുള്ള ആശയങ്ങൾ, അതാണ് അദ്ദേഹത്തിൻ്റെ സംരംഭകത്വം. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് 1864 മാർക്സ് തയ്യാറാക്കിയ ഒരു രേഖയിൽ ഈ സഹകരണ പ്രസ്ഥാനം തൊഴിലാളികൾ ഉൽപാദന പ്രവർത്തനത്തിന് തന്നെ തൊഴിലാളികളുടെ കൂട്ടായ്മയെ ആശ്രയിക്കാൻ കഴിയണം എന്ന അർത്ഥത്തിൽ മാർക്സ് അവതരിപ്പിച്ചിട്ടുള്ളൊരു ആശയമാണ്. MVR അത് വായിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള താല്പര്യം ശരിയാണ്. MVR ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ നേതാക്കളുടെ വ്യവസായ സംരംഭങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ EP ജയരാജൻ്റെ പാർക്ക് ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ വ്യവസായ സംരംഭത്തെ പുകഴ്ത്തിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചിട്ട് ആലോചിച്ചെന്നാണ്. താങ്കൾ ഈ പറയുന്ന സംരംഭങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പാർട്ടി നേതാക്കൾ അവരുടെ സ്വാധീനത്തിലുണ്ടാക്കിയ ഈ സംരംഭങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ വ്യവസായങ്ങളുണ്ടല്ലോ, അതിപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ കയ്യിലാണ്, പാർട്ടിയുടെ കയ്യിലൊന്നുമല്ല. അല്ല, സംരംഭകത്വത്തിൻ്റെ പ്രയോജനം സമൂഹത്തിന് ലഭിക്കാൻ വേണ്ടിയാവണം, ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല. MVR ഈ രംഗത്ത് കാണിച്ചിട്ടുള്ള ഭാവനാപൂർണമായ ഇടപെടലുകൾ, ഇപ്പോൾ AKG സഹകരണ ആശുപത്രി സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് അംഗീകരിക്കേണ്ടതാണ്. മറ്റ് അതിന് അപവാദമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പാർട്ടി പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തും. അല്ല, ഞാനത് ചോദിച്ചതിന് കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. ഈ വ്യവസായ സംരംഭകത്വവും ഈ പാർട്ടി നേതൃത്വവും ഒന്നിച്ചു കൊണ്ട് നടക്കുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ? വ്യവസായ സംരംഭകത്വമല്ലല്ലോ, സഹകരണ മേഖലയിലുള്ള ഇടപെടലാണ്. അതെല്ലാം അതത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് വേണം ഏത് പ്രവർത്തന മേഖലയിലേക്ക് നമ്മൾ പുറപ്പെടാൻ. അപ്പോൾ ഈ ബേബി ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീടില്ല, സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല വീടുകളും ഒരുപാട് സ്വത്തും ഒക്കെയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല, അതൊരു മോശം മാതൃകയല്ല എന്ന് വിചാരിക്കാവോ? കാറൽ മാർക്സ് തന്നെ പരിഹരിച്ചു കഴിഞ്ഞൊരു വിഷയമാണിത്. മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടാണ് മുതലാളിത്തത്തിനെതിരായിട്ട് നിങ്ങൾ സമരം ചെയ്യുന്നത്. ഈ സമൂഹത്തിന് പുറത്തു പോയൊരു പ്ലാറ്റ്ഫോം ഇട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുതലാളിത്ത സമൂഹത്തിൻ്റെ ചില ജീവിത പ്രകൃതങ്ങൾ
എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരും. സ്വയം ഒരു മുതലാളി ആയിക്കൊണ്ട് ഒരിക്കലുമല്ല. സ്വയം മുതലാളിയാകാനടക്കം അനുവദിക്കുന്ന സമ്പ്രദായം ചൈനയിൽ നിലവിലുണ്ട്. പക്ഷെ ഇവിടെ മുതലാളിയാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ മുതലാളിത്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം കൊടുത്തുകൂടാ എന്ന് ഇവിടെയില്ല. വ്യാപാരി വ്യവസായ രംഗമുണ്ട്, ചില മുതലാളിത്ത സംരംഭങ്ങളാണത്. പിന്നെ പാർട്ടി പരിപാടിയിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പരിപാടിയിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളും ഈ ഇന്ത്യയെ കൊള്ളയടിക്കാൻ സാമ്രാജ്യത്വ മൂലധനമായിട്ട് സഹകരിക്കുന്നവരുമൊക്കെ ആയിട്ട് ഒഴികെയുള്ള ചില ബൂർഷ്വാ വിഭാഗങ്ങൾ സാമ്പത്തിക സാമൂഹ്യ മാറ്റത്തിൽ സഹകരിക്കാൻ തയ്യാറായാൽ അവരെ സഹകരിപ്പിക്കുന്നതുകൊണ്ട് ദോഷമില്ലാന്ന് പാർട്ടി പരിപാടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്നൊരു സങ്കല്പത്തിലാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സർക്കാർ നീങ്ങുന്നത്. പക്ഷേ ഈ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ അവർ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഇപ്പം നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ഇന്ത്യൻ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കുറേ ചെറുപ്പക്കാർ സമൂഹത്തിന് വേണ്ടി ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ മടിയില്ലാത്ത കുറേ ചെറുപ്പക്കാർ എന്തുകൊണ്ട് വനാന്തരങ്ങളിലേക്ക് പോയി ഇന്ത്യൻ ഭരണകൂടവുമായിട്ടൊരു സായുധ സമരം നടത്തി ഇന്ത്യയെ മോചിപ്പിക്കണമെന്നൊരു പദ്ധതിയുമായി പോകാൻ അവർ നിർബന്ധിതരാകുന്നു? അതിനകത്ത് സൈദ്ധാന്തികമായ ചോദ്യങ്ങൾ, പക്ഷേ പ്രായോഗികമായ ചോദ്യം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് പാർട്ടി അഡ്രസ് ചെയ്യാത്തതല്ല. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടാണ് ഇപ്പോൾ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ ജനറൽ സെക്രട്ടറിമാർ ചേർന്ന് നരേന്ദ്രമോദിക്ക് കത്തെഴുതി. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ പിടികൂടിയിട്ട് സംഘടനത്തിൽ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൃത്രിമമായി, സംഘടന ഒന്നുമില്ല, അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വിചാരണയ്ക്ക് ഹാജരാക്കാതെ അവരെ വെടിവെച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ഇത്ര പേരെ സംഘടനത്തിൽ ഇത്ര നക്സലൈറ്റുകൾ മാവോയിസ്റ്റുകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായ വളരെ പരസ്യമായ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ പുരോഗമന ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവരെ അണിനിരത്താൻ CPM-നോ CPI-ക്കോ CPI-ML-നോ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ഒഴിമാറാൻ കഴിയില്ല. അപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബേബി വളരെ ശാന്ത സ്വഭാവിയായിട്ടുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിലൊക്കെ നടക്കുമ്പോൾ ബേബിക്ക് കരച്ചിൽ വരുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്നാലും ബേബി കരഞ്ഞ 1-2 സന്ദർഭങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, ഒരുപക്ഷെ പെരുമൺ ദുരന്തത്തിൽ കുടുംബം പെട്ടപ്പോൾ പോലും കരയാതിരുന്ന ബേബി, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചപ്പോൾ കരയാതിരുന്ന ബേബി, സഫ്ദർ ഹാഷ്മി മരിച്ചപ്പോൾ കരഞ്ഞു, അല്ലെങ്കിൽ ഒരു നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞു. അപ്പം ബേബിയെ ഈ കരയിക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഈ 2 സന്ദർഭങ്ങൾ ഞാൻ കരഞ്ഞു. ഏകലവ്യൻ്റെ പെരുവിരൽ എന്നുള്ളൊരു നാടകം, ഏകലവ്യൻ അതാണ്. സഫ്ദർ ഹാഷ്മി വളരെ വളരെ ഉറ്റ സഖാവായിരുന്നു. ഇത് മാത്രമല്ല, ഋത്വിക് ഘട്ടകിൻ്റെ മേഘധാക്ക താര, കാർമേഘം മറച്ച നക്ഷത്രം എന്ന സിനിമ, ആ സിനിമയിൽ ഇത്ര സ്ത്രീപക്ഷ സിനിമ, ഇതുപോലെ തീക്ഷ്ണമായൊരു സ്ത്രീപക്ഷ സിനിമ ഇന്ത്യയിലുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ സിനിമ കണ്ടപ്പോൾ അത് വളരെ വൈകാരികമായി ബാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഒരിക്കലും ഞാൻ മറന്നുപോകാതെ പറയേണ്ടതാണ്, ഗോപിയാശാനും കോട്ടയ്ക്കൽ ശിവരാമനും കൂടി കർണശപഥം, കർണനായിട്ട് ഗോപിയാശാനാണ് വരുന്നത്, കുന്തിയായിട്ട് കോട്ടയ്ക്കൽ ശിവരാമനാണ്. അപ്പോൾ എന്തിന് എന്നെ ഉപേക്ഷിച്ചു എന്ന് കുന്തിയോട് ഗോപിയാശാൻ അഭിനയത്തിലൂടെ ചോദിക്കുന്ന സന്ദർഭമുണ്ട്. അതെൻ്റെ കണ്ണ് നനയിച്ച ഒരു സന്ദർഭമാണ്. അത് ഞാനിപ്പോൾ തുറന്നു പറയാൻ തയ്യാറായത് ഞാൻ മാത്രമല്ല, ONV സാറും ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ONV സാറിനോട് ഒരിക്കൽ പറഞ്ഞു, സാറ് ഇത് കണ്ടപ്പോൾ എനിക്ക് അടക്കാൻ കഴിയില്ല, എൻ്റെ തോളത്ത് തട്ടിയിട്ട് ഞാനും അത് കണ്ട് കരഞ്ഞിട്ടുണ്ട് ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചിമാഷിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മനുഷ്യൻ, നമ്മൾ ഏത് സാഹചര്യത്തിൽ കവിതയുണ്ട്, അപ്പോൾ ഏത് സാഹചര്യത്തിലും ധീരനായി നിൽക്കണം. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്.
പക്ഷേ ചില സന്ദർഭത്തിൽ കരയുന്നത് ശരിയാണെന്ന് തോന്നും. റോജർ ഫെഡറർ കരഞ്ഞപ്പം അതും ഞാൻ അംഗീകരിച്ചത് ഇതുകൊണ്ടാണ്. ഓസ്ട്രേലിയൻ ഓപ്പണ് തോറ്റുപോയപ്പോൾ റോജർ ഫെഡറർ കരഞ്ഞു, നദാൽ ആശ്വസിപ്പിച്ചൊരു സന്ദർഭമുണ്ട്. അപ്പം ചില മനുഷ്യർക്ക് അവരുടെ വ്യക്തിത്വത്തോട് സത്യസന്ധത പുലർത്താൻ കരയേണ്ടിയും വരും. കണ്ണുനീരും ഒരു ആവിഷ്കാരമാണ് നമുക്ക് പറയാം. പുരുഷന്മാർ കരയുന്നത് എന്തോ കുറവാണെന്നൊക്കെ ഇവിടെ ധാരണ. അങ്ങനെ ഞാൻ കരുതുന്നില്ല. അങ്ങനെ മനുഷ്യനാണ് പുരുഷൻ എന്നുള്ളത് കൊണ്ട് കരയേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ബേബിയുടെ വായനയെക്കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് സച്ചിദാനന്ദൻ മാഷ് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം അതിനൊന്നും സമയമില്ല എന്നാണ് ഞാൻ. ക്ഷമിക്കണം, സച്ചിമാഷിൻ്റെ ഒരു കവിത വായിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഗോൾ എന്ന കവിതയാണത്. അത് സിനഡി സിഡാനും മാറ്ററസിയും ഒക്കെ ഉൾപ്പെട്ട ഒരു സന്ദർഭത്തിൽ അത് വായിച്ചിട്ടില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അവസാനത്തെ ഗോൾ എന്ന സച്ചിമാഷിൻ്റെ കവിത വായിക്കണം. അത് ഒരുപാട് രാഷ്ട്രീയം, സാർവദേശീയത, മനുഷ്യാവസ്ഥ, ഇതെല്ലാം പാലസ്തീനും വരും അതിനകത്ത്. ആ കവിതയുടെ അൾജീരിയ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുറന്നു പറയാൻ വിഷമമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, പാർട്ടി ഇപ്പോൾ ബേബിയെ കൂടുതൽ ചിരിപ്പിക്കുകയാണോ കരയിപ്പിക്കുകയാണോ? രണ്ടുമല്ല. കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും എനിക്ക് ചിരിക്കാൻ അവകാശമില്ല, ഞാൻ ചിരിക്കാൻ പാടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും എനിക്ക് കരച്ചിലില്ല. എന്നാൽ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത്ര പോരാ എന്ന് എനിക്കെന്നെക്കുറിച്ച് ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഞാൻ ഇത്രയും ചെയ്താൽ പോരാ എന്ന് തോന്നുന്നുണ്ട്. അത് മറ്റു പല ഘടകങ്ങളുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഇത്ര പോരാ. അപ്പോൾ അവിടെ എനിക്ക് മാതൃക സി എച്ച് കണാരൻ. അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ പ്രശസ്തമായിട്ടൊരു കാര്യം, വേഗം പോരാ എന്നുള്ളതാണ് സി എച്ചിൻ്റെ. കാറിൽ പോകുമ്പോഴും പറയും, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഏതാടും ആ വണ്ടി എന്ന് ചോദിക്കും. അത് നമ്മുടേതും അംബാസഡർ അല്ലേ, പിന്നെ അതെന്താ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയത്. അപ്പം വേഗത്തിൽ ഓരോന്ന് ചെയ്യണം എന്നുള്ളൊരു ആശയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. അതിനപ്പുറം ഞാൻ കരയുകയോ ചിരിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ചിലപ്പോഴൊക്കെ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ പോരാ എന്ന് ഞങ്ങളും പറയുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ എടുക്കണം. അത് ഒരു പോരാണ് എന്നാ ഞാൻ കരുതുന്നത്, ഒരു സമരമാണ്. അല്ലല്ല, ഗവൺമെന്റ് അത് പോരാ എന്ന് പറയുന്നത് ഒരു പോരായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ആ സാത്വിക ഭാവത്തിൽ തന്നെ നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാം. വളരെ നന്ദി. ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സാർ, ഒരു ചോദ്യമുണ്ട്. പാർട്ടി വ്യക്തി അധിഷ്ഠിതമാണോ? ആറ്റിക്കുറിക്കൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് മറുപടി പറയുമ്പോൾ, വ്യക്തികൾ പാർട്ടിയിലുണ്ട്, പക്ഷേ വ്യക്തികൾ കൂട്ടായിട്ടാണ് പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതും പാർട്ടിയുടെ തീരുമാനങ്ങൾ തന്നെ കൈക്കൊള്ളുന്നതും. വ്യക്തികൾക്ക് പാർട്ടിയൊരു പങ്കുണ്ട്, പക്ഷേ ഒരു വ്യക്തിക്ക് ചുറ്റും മറ്റെല്ലാവരെയും കൂട്ടി നിർത്തുക എന്ന അർത്ഥത്തിലല്ല ഓരോ വ്യക്തിയും പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടത്. അവസാന ചോദ്യമാണ്. എ കെ ആൻ്റണി, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ കോളേജസ് കേരളത്തിൽ മറ്റുള്ളവർക്ക് പ്രൈവറ്റൈസേഷൻ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രത്യേകതകളാണ്. പക്ഷേ ഇടതു സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എതിർത്തെങ്കിലും അത് അനുവദിച്ചപ്പോൾ അവർ പറഞ്ഞത് 50% പബ്ലിക്, 50% പ്രൈവറ്റ് എന്നുള്ളതാണ്. അതിനുശേഷം മീഡിയയിൽ നിന്ന് LDF വരികയുണ്ടായി, താങ്കളാണ് എടുത്തത്. പക്ഷേ അപ്പോൾ അതിനുശേഷം നമ്മൾ വിചാരിച്ച പോലെ അത് നടന്നില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ ഇടപെടൽ എന്നുള്ള രീതിയിൽ അത് തുരങ്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് താങ്കൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അതൊന്ന്. അപ്പോൾ അവിടെ താങ്കളുടെ ഈ പോരായ്മ, താങ്കൾ ഇതിപ്പോൾ ജോണി ലോക്കോസ്റ്റിനോട് പറഞ്ഞ ഈ പോരായ്മ താങ്കളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്, ഇതേപോലെ തന്നെ ഒരു കമ്മീഷൻ, മൈനോറിറ്റി പേര് എനിക്ക് ഓർമ്മയില്ല, കമ്മീഷനിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമുള്ള ചില ഇന്ന കമ്മ്യൂണിറ്റിക്ക് ഒരു ഇത് താങ്ങ് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. പക്ഷെ താങ്കൾ വന്ന ശേഷം ആ മൈനോറിറ്റി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുമായിരുന്നു, അതിന് പകരം അത് മൈനോറിറ്റി എന്ന് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം ഇത് കൺട്രോൾ ചെയ്യുന്ന, ഉദാഹരണം കോട്ടയത്ത് ഒരു ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കോളേജുകളും മറ്റു ഒരു പ്രധാന കമ്മ്യൂണിറ്റി മറ്റുള്ള അവരുടെ ഇടയിൽ. അപ്പോൾ ഇവരും കൂടി അതിനോട് ചേർന്നു. പിന്നെ അത് തമ്മിൽ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ താങ്കൾ ഇങ്ങനെ ആ വേർഡ് മാറ്റുമ്പോൾ
ഇത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് ദൂരഭാഗമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പം ഇവിടെ താങ്കളുടെ ഈ പോരായ്മ, ഈ 2 പോയിന്റുകളിൽ താങ്കളുടെ പോരായ്മ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ താങ്കളുടെ ഇടപെടൽ? ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചാലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാവുന്ന തീരുമാനങ്ങൾ ഇത്തരത്തിലൊന്ന് അന്ന് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൈക്കൊണ്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. സ്വാശ്രയ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു നിയമം അന്ന് നിയമസഭ പാതിരാത്രി വരെ ഇരുന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ സ്വകാര്യ ശക്തികൾക്ക് തുറന്നിട്ട് കൊടുക്കുന്ന പൊതുനയം അഖിലേന്ത്യാ തലത്തിൽ വന്നു കഴിഞ്ഞു. കോടതികൾ ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനം വന്നു കഴിഞ്ഞു. നിയന്ത്രണം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാട് കൈക്കൊള്ളുന്നൊരു സ്ഥിതിവിശേഷം വന്നു. അതായിരുന്നു അന്നുണ്ടായിരുന്ന പ്രശ്നം. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമസഭയ്ക്കും കൊണ്ടുവരുന്ന നിയമം കൊണ്ട് ഇതിനെ തടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഈ മലവെള്ളപ്പാച്ചിലാണ് നമ്മുടെ സമൂഹത്തിലാകെ അന്ന് വന്നിരുന്നത്. അതെല്ലാം ഉണ്ടായിട്ടും ഞാൻ വിശദമായി പറയുന്നില്ല, LDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ വാങ്ങുന്ന 12,500 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ തുകയ്ക്ക് കേരളത്തിലെ എല്ലാ സ്വാശ്രയ കോളേജുകളിലും 50% സീറ്റിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു. 1. 2, പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം കൂടെ പറയാം. അന്ന് ഒപ്പുവെച്ച കരാറ് തുടർന്നുള്ള ഈ 6 വർഷങ്ങളിൽ ഇതേ ഫീസിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫീസിൽ എന്തു മാറ്റം വന്നാലും ഈ അന്നത്തെ ഫീസിലെ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ, കൂടുതൽ ഫീസ് വാങ്ങിച്ചുകൂടാന്നൊരു കരാർ ഒപ്പിട്ടിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? തൊട്ടടുത്ത വർഷം കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ഫീസ് 25,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ 5 വർഷവും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ 50% സീറ്റിൽ പഠിച്ച കുട്ടികൾ 12,500 രൂപയാണ് ഫീസ് കൊടുത്തത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ഉച്ചത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചില മറ്റൊരു സ്റ്റേറ്റിലും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ സ്വാശ്രയ പ്രൊഫഷണൽ മെഡിക്കൽ കോളേജ് രംഗത്തും എഞ്ചിനീയറിംഗ് കോളേജ് രംഗത്തും അക്കാലത്ത് കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. അത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ LDF ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടായിരുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്.